നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളി നെഞ്ചിലേറ്റുന്ന ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച സുജാതയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. സുജാത എന്ന ഗായിക എത്ര കണ്ട് സംതൃപ്തിയാണ്. ഒരുപക്ഷെ അവർക്ക് കിട്ടാതിരുന്ന ദേശീയ അംഗീകാരത്തെക്കുറിച്ച് കൂടി അവർ സംസാരിക്കുന്നു. ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയ താരേ, അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകൾ എഴുതിയ താരേ, മുകുളിതയാക്കിയ താരേ, അവളെ പ്രണയിനിയാക്കിയ താരേ, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. രവീന്ദ്രൻ ഒരു പാട്ട്, നമ്മുടെ നന്ദനത്തിലൊരു പാട്ടില്ലായിരുന്നു. രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ പാട്ടുകൾ കുറവാണ് പാടിയിരിക്കുന്നത്, പക്ഷേ സോളോസ് കുറവാണ് രവീന്ദ്രൻ മാസ്റ്ററിനെ പാടിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് രവീന്ദ്രൻ മാസ്റ്റർ കൂടുതലും രവീന്ദ്രനാഥ് മാസ്റ്ററിൻ്റെ പാട്ടുകൾ പാടാൻ ബെറ്റർ ചോയ്സസ് ചിത്ര ഡെഫിനറ്റ്ലി. കാരണം ഡിഫിക്കൽട്ടാണ് മാസ്റ്ററിൻ്റെ പാട്ടുകൾ പാടാൻ, ശ്വാസം ഒരുപാട് വേണം, പിന്നെ ഭയങ്കര സെമി ക്ലാസ് ചിത്ര പാടിക്കോട്ടെ. അല്ല, ശ്വാസ നിയന്ത്രണമാണ് കുറച്ചും കൂടി. ശ്വാസ നിയന്ത്രണമുള്ള പാട്ടും കുറച്ച് ഡിഫിക്കൽട്ട് സോങ്സ് ആയിരിക്കും. ഇപ്പോൾ കളഭം തരാന്തര അങ്ങനത്തെ പാട്ടുകളൊക്കെ ഡെഫിനറ്റ്ലി ഷീസ് എ ബെറ്റർ ചോയ്സ്. പക്ഷെ എനിക്ക് പറ്റിയ പാട്ടിൽ മാസ്റ്റർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആരും, കസ്തൂരി, നിദ്ര, അങ്ങനെ കുറേ പാട്ടാണ്. ചെമ്പകമൊട്ടിൻ